ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ദ ചാനൽ. അപ്പോൾ നമ്മളെല്ലാവരും നാളുകളായിട്ട് വെയിറ്റ് ചെയ്തിരുന്നിട്ടുള്ള നമ്മുടെ അവഞ്ചേഴ്സ് ഡൂംസ്ഡേയുടെ ട്രെയിലർ അങ്ങനെ റിലീസായിരിക്കുകയാണ്. വെയിറ്റ് ചെയ്തിരുന്ന് പണ്ടാറടയുന്നതാണെങ്കിൽ ഇതിൻ്റെ അടുത്ത് പറയാൻ പറ്റും. അപ്പോൾ എന്തായാലും ഇനി അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. സാധനം നമുക്ക് കിട്ടിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും. വേറെ ലെവലൊരു ട്രെയിലർ തന്നെ എടുത്ത് പറയാം. എന്തായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോ കൂടെ നമുക്ക് ഫ്രെയിം ബൈ ഫ്രെയിം ആയിട്ട് നമുക്ക് ഓരോ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമുക്ക് നോക്കി പോകാം. അപ്പോൾ എന്തായാലും നിങ്ങൾ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അതൊന്ന് ചെയ്തേക്കണം. താഴെ കാണുന്ന ബെല്ലൈക്കണം കൂടെ ഓൾ എനേബിൾ ചെയ്തിട്ടിരുന്ന ഞാൻ എപ്പോൾ ഇതുള്ള നിങ്ങൾക്ക് വീഡിയോസ് ഇട്ടാലും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. അപ്പോൾ ഒട്ടും തന്നെ സമയം കളയാതെ നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം തന്നെ നമുക്ക് കാണാൻ പറ്റുന്ന പറഞ്ഞാൽ നമ്മൾ മുമ്പ് കിട്ടിയിട്ടുള്ള ഗ്ലിംസിനകത്തൊക്കെ കണ്ടിട്ടുള്ള ഒരു സെയിം സംഭവം തന്നെ, അതായത് നമ്മുടെ എക്സ്മെൻ യൂണിവേഴ്സിലുള്ള ഒരു എക്സ്പെൻഷനകത്തുള്ള ആ തകർന്ന് വീണിട്ടുള്ള ഒരു ചാൾസ് സേവറിന്റെ ബോർഡ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അതിനുശേഷം കാണാൻ പറ്റുന്നത് നമ്മുടെ ചാൾസ് സേവർ ഒരു ജനലിൽ കൂടെ പുറത്തോട്ട് നോക്കുന്ന സമയത്ത് പുറത്ത് ഭയങ്കര ഒരു പ്രകാശം കാര്യങ്ങളൊക്കെ ഉള്ളതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഈ ഒരു സംഭവം നമുക്ക് എല്ലാവർക്കും കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അതായത് ഒരു മാർവൽ ഫാൻ എന്നുള്ള രീതിയിൽ നമുക്ക് എല്ലാവർക്കും മനസ്സിലാവും ഇത് ഇൻകേഷൻ തന്നെയാണെന്ന്. അതായത് മറ്റൊരു യൂണിവേഴ്സിലുള്ള ഒരു എർത്ത് ഈ ഒരു യൂണിവേഴ്സായിട്ട് കൊളൈഡ് ചെയ്യുന്ന സംഭവത്തിന് തന്നെയാണ് ഇൻകേഷൻ എന്ന് പറയുന്നത്. ഇതിനെപ്പറ്റി നമ്മൾ 100 വട്ടം നമ്മൾ പല വീഡിയോസായിട്ടിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ടുപോയിക്കാൻ നിങ്ങൾക്ക് ഇൻകേഷൻ എന്തോന്ന് നിങ്ങൾക്ക് മനസ്സിലായിരിക്കും. അപ്പോൾ എന്തായാലും നമുക്ക് ഇൻകേഷൻ, അതായത് മറ്റൊരു എർത്ത് ഈ ഒരു എക്സ്മെന്റ് യൂണിവേഴ്സിനകത്തോട്ട് വന്ന് ഇടിക്കുന്ന നമുക്ക് ആ ഒരു ജനലിലെ റിഫ്ലക്ഷനിൽ കൂടെ തന്നെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണാൻ പറ്റും. അതായത് ജസ്റ്റ് ഒരു പ്രകാശം മാത്രമല്ല, ഡയറക്റ്റ് ഒരു ഭൂമി തന്നെ ഇവരുടെ യൂണിവേഴ്സിനകത്തോട്ട് വന്ന് തട്ടുന്നതായിട്ട് നമുക്ക് ഈ ഒരു സീനിൽ കൂടെ തന്നെ വ്യക്തമായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അത്ര വലിയൊരു ഈവന്റ് അത് നമുക്ക് ഈ ഒറ്റ സീനിൽ കൂടെ തന്നെ അവർ കാണിച്ചും തരുന്നുണ്ട്. അതിനുശേഷം നമുക്ക് കാണാൻ പറ്റുന്ന വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഡൂമിന്റെ ഒഫീഷ്യൽ ഫസ്റ്റ് ലുക്ക്. ഇത്രയും നാൾ നമ്മൾ ഫാന്റാസ്റ്റിക് ഫോറിന്റെ പോസ്റ്റ് ക്രെഡിറ്റ് സീനകത്ത് അല്ലാതെ ഡൂമിന്റെ പുറംതിരിഞ്ഞിരിക്കുന്ന സൈഡെല്ലാം നമ്മൾ വേറെ കണ്ടിട്ടില്ലായിരുന്നു. ഇപ്പോൾ ഫസ്റ്റ് ഒഫീഷ്യലി നമുക്ക് ആ ഡൂമിന്റെ ഒരു ഫസ്റ്റ് ലുക്ക് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതും ഒരു ബാറ്റിൽ ഫീൽഡിൽ ഡോക്ടർ ഡൂം പയ്യെ സ്ലോ മോഷൻ എണീക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ആ ഒരു ലൊക്കേഷൻ ഏതാണെന്ന് നമുക്ക് അറിയാൻ പറ്റുന്നില്ല. ചിലപ്പോൾ എക്സ്മെൻ യൂണിവേഴ്സിലുള്ള ആ ഒരു ഫൈറ്റിന് നടന്നതിന് ശേഷമുള്ള ആ ഒരു സംഭവം ആയിരിക്കാം, അല്ലെങ്കിൽ മൊത്തത്തിൽ ആറ്റ്വേരിയിലുള്ള ഏതെങ്കിലും ഒരു ഫൈറ്റ് സീനും ആവാൻ സാധ്യതയുണ്ട്. ലൊക്കേഷൻ എവിടെയെന്ന് കൃത്യം മനസ്സിലാവുന്നില്ലെങ്കിലും ആ ഒരു ബാക്ക്ഗ്രൗണ്ട് നോക്കുമ്പോൾ ചെറിയൊരു ആന്റീന പോലത്തെ ഒരു സംഭവം കാണുന്നുണ്ട്. ആ ഒരു സംഭവം സെറ്റ് ഫോട്ടോയുടെ ലീക്കിനകത്തൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അതായത് ആ ഒരു എക്സ്മെന്റെ ആ യൂണിവേഴ്സിലുള്ള ആ ഒരു സ്ഥലത്തൊക്കെ തന്നെയാണ് ഈ ഒരു സംഭവം നമ്മൾ കണ്ടിട്ടുള്ളത്. അപ്പോൾ അതിന് സിമിലർ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ബാക്ക്ഗ്രൗണ്ടിലായിട്ട് കാണാൻ പറ്റും. അതുകൊണ്ട് എക്സ്മെൻ യൂണിവേഴ്സ് ആണെന്നാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. അതിന്റെ പുറകെ നമ്മുടെ ഡോക്ടർ ഡൂമിന്റെ ആ ഒരു വോയിസും കേൾക്കാൻ പറ്റുന്നുണ്ട്. ഇത് നമ്മുടെ ആർബിജി തന്നെയാണ് പറയുന്നത്. ആ ഒരു ആക്സെന്റ് മൊത്തത്തിൽ മാറിയിട്ടുണ്ട്, വേറൊരു ടോണിൽ തന്നെയാണ് പറയുന്നത്. ഇതൊരു ലാറ്റ്വേരിയൻ ടോണിലാണ് ഡോക്ടർ ഡൂമിന്റെ ആ ഒരു വോയിസ് ആക്സെന്റ് വന്നിട്ടുള്ളത്. അതെന്തായാലും ടോണി സ്റ്റാർക്കിന്റെ ആ ഒരു സിമിലാരിറ്റി വരാതെ അവർ ചേഞ്ച് പിടിച്ചിട്ടുള്ളത്. അത് ഭയങ്കര അടിപൊളിയായിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നിയത്. അതിനുശേഷം നമ്മുടെ മാർവൽ ലോഗോ വന്നതിന് ശേഷം നേരെ കാണിക്കുന്നത് നമ്മുടെ മെയിൻ എർത്താണ്. അതായത് നമ്മുടെ 616 യൂണിവേഴ്സ് ആണ് കാണിക്കുന്നത്. നമ്മുടെ പുതിയ അവഞ്ചേഴ്സ് ടവറും ആ ഒരു പുതിയ ലോഗോയും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. ഇത് നമ്മുടെ ന്യൂ അവഞ്ചേഴ്സിന്റെ ലോഗോ തന്നെയാണ് പുതിയ നമ്മുടെ അവഞ്ചേഴ്സ് ടവറിനകത്ത് നമുക്ക് കാണാൻ പറ്റുന്നത്. അതിനുശേഷം ഉള്ളിൽ നമ്മുടെ ഫാന്റാസ്റ്റിക് ഫോറും തോറും, അതായത് ഫാന്റാസ്റ്റിക് ഫോറിലെ മുഴുവൻ ടീമും തോറും കൂടെ നമ്മുടെ പുതിയ അവഞ്ചേഴ്സ് ടവറിനകത്തോട്ട് കയറി വരുന്നിട്ടുള്ള ഒരു ഷോട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അതിന് തൊട്ട് പുറകെയായിട്ട് നമുക്ക് കാണാൻ പറ്റും നമ്മുടെ പുതിയ ക്യാപ്റ്റൻ അമേരിക്ക, അതായത് നമ്മുടെ സാമ്പിൾസിന്റെ ക്യാപ്റ്റൻ അമേരിക്കയും ബക്കിയും ആറ്റ്മാനും കൂടെ ഈ കയറി വരുന്നവരെല്ലാം നോക്കിക്കൊണ്ടിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഈ കയറി വരുന്ന പുള്ളി ആരാന്ന് നമുക്ക് സൈഡിൽ കൂടെ കാണുമ്പോൾ തന്നെ വ്യക്തമാകുന്നുണ്ട്. അതിനെപ്പറ്റി നമുക്ക് വരുന്ന വഴിക്ക് തന്നെ സംസാരിക്കാം. അതിനുശേഷം തൊട്ടടുത്ത സീനിൽ നമ്മുടെ തോറിന്റെ ഒരു മോട്ടിവേഷൻ സ്പീച്ചാണ് നമുക്ക് കേൾക്കാൻ പറ്റുന്നത്. സ്പീച്ച് എന്താണെന്നൊന്നും ഞാൻ പറയുന്നില്ല. ആ ഒരു ഫ്രെയിമിനെ പറ്റി പറയുകയാണെങ്കിൽ ഈ ഒരു പടത്തിനകത്ത് വരാൻ പോകുന്ന മിക്ക ക്യാരക്ടർ ഒറ്റ ഫ്രെയിമിൽ വരുന്നിട്ടുള്ള ഒരു ഷോട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഒരു സൈഡിൽ നിന്ന് നമുക്ക് തുടങ്ങുകയാണെങ്കിൽ ഏറ്റവും അറ്റത്ത്, അതായത് ഇടത്തെ സൈഡിൽ നോക്കുകയാണെങ്കിൽ ചെറിയൊരു പുള്ളി ആരോ ഇരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ആരെന്ന് വ്യക്തമായിട്ട് കാണാൻ പറ്റുന്നില്ലെങ്കിലും ഉറപ്പാണ് നമ്മുടെ ബോബ് അഥവാ നമ്മുടെ സെൻട്രി തന്നെയാണ് അവിടെ ഇരിക്കുന്നുള്ള കാര്യം ഉറപ്പാണ്. അതായത് ബോബിന്റെ ഫോമിലാണ് സെൻട്രി ഇപ്പോൾ അവിടെ ഇരിക്കുന്നത്. അതിനുശേഷം നമുക്ക് ആദ്യം തന്നെ കാണാൻ പറ്റും നമ്മുടെ US ഏജന്റിനെ കാണാം, അതേപോലെ റെഡ് ഗാർഡിയൻ, എലീന, അതേപോലെ ഗോസ്റ്റ്, പിന്നീട് നമ്മുടെ ബക്കി. ഇവർ ഇത്രയും പേരാണ് ന്യൂ അവഞ്ചേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അവരെല്ലാവരും കൂടെ ഇടത്തെ സൈഡിൽ നിൽപ്പുണ്ട്. പിന്നീട് നമ്മുടെ കറക്റ്റ് സെൻട്രലായിട്ട് നമ്മുടെ പുതിയ ഫാന്റാസ്റ്റിക് ഫോർ ടീം എല്ലാവരും നിൽപ്പുണ്ട്. അതിനുശേഷം വലത്തെ സൈഡിനകത്ത് നമ്മുടെ സാമിന്റെ അവഞ്ചേഴ്സ് ടീം നിൽക്കുന്നതായിട്ട് കാണാൻ പറ്റും. ടീം എന്ന് പറയാൻ ആ കൂടി ഒരു 3 പേരെ അതിനകത്ത് കാണുന്നുള്ളൂ. തോറിനെ വേണമെങ്കിൽ കൂട്ടാൻ തോന്നുന്നുണ്ട്. അതായത് നമ്മുടെ ആന്റ്മാൻ നിൽപ്പുണ്ട്, സാമ്പിൾസൺ, ക്യാപ്റ്റൻ അമേരിക്ക ഉണ്ട്. പിന്നീട് ആ ഒരു കൂട്ടത്തിൽ ചിലപ്പം എനിക്ക് തോന്നുന്നു അവിടെ ഉണ്ടെന്നാണ് തോന്നുന്നത്, ഞാൻ ശ്രദ്ധിച്ചില്ല. സാമിന്റെ പുതിയ ഫാൽക്കൺ ഉണ്ടല്ലോ, ആ ഒരു ക്യാരക്ടർ അവിടെ എന്തായാലും കാണും, ഉറപ്പാണ്. അത് കഴിഞ്ഞിട്ട് തോറ് നിൽക്കുന്നതായിട്ട് കാണാം. പിന്നീട് ഈ ഒരു ഫ്രെയിമിൽ ആരെയും അയച്ചിട്ടുള്ളതായിട്ട് എനിക്ക് പേഴ്സണലി തോന്നുന്നുണ്ട്. അപ്പോൾ ആരോ 2 പേര് എന്തായാലും ഈ ഒരു ഫ്രെയിമിനകത്ത് കാണും. ഒന്നേ നമ്മുടെ സ്റ്റീവ് റോജേഴ്സ് ആയിരിക്കും, അല്ലെങ്കിൽ ഡോക്ടർ ഡൂം ഈ ഒരു സീനകത്ത് കാണുമായിരിക്കും. അതാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. അപ്പോൾ എന്തായാലും എല്ലാവരും ഒറ്റ ഫ്രെയിമിൽ നിൽക്കുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അതായത് നമ്മുടെ എൻഡ് ഗെയിമിന് ശേഷം വന്നിട്ടുള്ള പുതിയ ക്യാരക്ടേഴ്സ് എല്ലാം കൂടെ ചേർന്ന് ഫസ്റ്റ് ഒരു ഫ്രെയിമിൽ വരുന്നിട്ടുള്ള ആദ്യത്തെ ഈവന്റ് തന്നെയാണ് ഈ ഒരു പടത്തിൽ കൂടെ നമ്മൾ കാണാൻ പോകുന്നത്. അതിനുശേഷം വരുന്ന ഷോട്ടിനകത്ത് നമ്മുടെ നമോറിനെ കാണിക്കുന്നുണ്ട്. നമോറിന്റെ ഒരു പുതിയ ലുക്കിൽ തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അതിനുശേഷം നമ്മുടെ ഷൂരിനെയും കാണിക്കുന്നുണ്ട്. ഷൂരി ഒരു നിൽക്കുന്നത് നമ്മുടെ നമോറിന്റെ സ്ഥലത്താണ്, വെള്ളത്തിന്റെ ഇടയിലാണ്. പക്ഷേ ആ ഒരു ലൊക്കേഷനിലുള്ള വെള്ളം മൊത്തം റിമൂവ് ചെയ്തിട്ടുള്ളതായിട്ട് നമുക്ക് കാണാൻ പറ്റും. കാരണം ആ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ മൊത്തം വെള്ളം ഇങ്ങനെ പൊങ്ങി നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പം ആ ഒരു സ്ഥലത്ത് വെച്ചിട്ട് നമ്മുടെ എംബാക്കോനെയും കാണിക്കുന്നുണ്ട്. അതായത് നമ്മുടെ ഷൂരിയും മറ്റ് അവഞ്ചേഴ്സ് ടീം എല്ലാം കൂടെ ഈ നമോറിനെ കാണാൻ വരുന്നതായിട്ടാണ് നമുക്ക് ഈ ട്രെയിലർ മൊത്തം കാണുമ്പോൾ മനസ്സിലാവുന്നത്. പക്ഷേ ഈ ഒരു സ്ഥലത്ത് വെച്ചിട്ട് നമോറിന്റെ ആൾക്കാർ നമ്മുടെ ബ്ലാക്ക് പാന്തർ, അതായത് നമ്മുടെ ഷൂരിനെയും അതേപോലെ തന്നെ ഷൂരിയുടെ കൂടെ വന്നിട്ടുള്ള മറ്റ് അവഞ്ചേഴ്സ് ടീമിനെ അറ്റാക്ക് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും. ഈ ഒരു സീനകത്ത് നമുക്ക് ഒരു സൈഡിൽ നല്ലോണം നോക്കുകയാണെങ്കിൽ ബക്കിയും അതേപോലെ തന്നെ ഗോസ്റ്റ് നിൽക്കുന്നതായിട്ട് കാണാൻ പറ്റും. അതേപോലെ തന്നെ സെന്ററിനകത്ത് നമ്മുടെ ഷൂരിയും എംബാക്കും, അതേപോലെ തന്നെ ഇങ്ങ അറ്റത്ത് അതായത് വലത്തെ സൈഡിലകത്ത് നമ്മുടെ തിങ്ങും അതേപോലെ തന്നെ സ്യൂസൻ സ്റ്റോമും നിൽക്കുന്നതായിട്ട് കാണാൻ പറ്റും. ഇവരെല്ലാം അറ്റാക്ക് ചെയ്യാൻ പോകുന്ന രീതിയിലാണ് കാണുന്നത്. ചിലപ്പോൾ ഇവിടെ വെച്ചിട്ട് ചെറിയൊരു ഫൈറ്റ് സീക്വൻസ് പരിപാടിയും കാണുമെന്നുള്ള കാര്യം ഉറപ്പാണ്. കാരണം അതിന്റെ കണ്ടിന്യൂഷൻ എന്നുള്ള രീതിയിൽ 1-2 സീൻ പിന്നീട് കാണിച്ചിട്ടുണ്ടായിരുന്നു. അത്
കഴിഞ്ഞിട്ട് നമുക്ക് പിന്നീട് കാണാൻ പറ്റുന്നത് നേരത്തെ പറഞ്ഞിട്ടുള്ള എക്സ്മെന്റ് ആ ഒരു യൂണിവേഴ്സ് തന്നെ ആവാനാണ് സാധ്യത കൂടുതൽ. ആ ഒരു ബാറ്റിൽ ഗ്രൗണ്ട്, അതായത് തുടക്കത്തിൽ ഡൂമിനെ കാണിച്ചിട്ടുള്ള ആ ഒരു ലൊക്കേഷനിൽ തന്നെ തോർ വന്നിട്ട് ഭയങ്കര രീതിക്ക് ആരും തണ്ടർ സ്ട്രൈക്ക് കൊടുത്തിട്ട് ലാൻഡ് ചെയ്യുന്നിട്ട് നമുക്ക് കാണാൻ പറ്റും. വേറെ ഒരു ഹീറോസിന് ഈ ഒരു ലൊക്കേഷനിൽ കാണുന്നില്ല. ചിലപ്പോൾ ആരെങ്കിലും ഒക്കെ റിമൂവ് ചെയ്തിട്ടുണ്ടായിരിക്കും, നമുക്ക് പറയാൻ പറ്റത്തില്ല. അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ സ്റ്റോം ബ്രേക്കറിന്റെ ഒരു ലുക്ക് തന്നെയാണ്. സ്റ്റോം ബ്രേക്കറിന്റെ നേരെ ഓപ്പോസിറ്റ് ഡൂം ഒറ്റയ്ക്ക് നിൽക്കുന്നതായിട്ടും കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇവിടെ വെച്ചിട്ട് തന്നെ ആയിരിക്കും തോർ വേഴ്സസ് ഡോക്ടർ ഡൂം എന്നുള്ളൊരു വലിയൊരു ഫൈറ്റ് ഇവിടെ നടക്കാൻ പോകുന്നത്. പിന്നീട് അടുത്ത കാണുന്നത് നമ്മുടെ എക്സ്പാൻഷൻ, അതായത് ചാൾസ് സേവർ ഇരുന്നിട്ടുള്ള ആ ഒരു ബിൽഡിംഗ് മൊത്തം നശിപ്പിക്കുന്നതായിട്ടുള്ള എക്സ്പ്ലോഷൻ പരിപാടികളൊക്കെ കാണിക്കുന്നുണ്ട്. ഇത് മിക്കവാറും നമ്മുടെ സെന്റിനൽസ് ചെയ്യുന്ന പരിപാടി ആവാനാണ് സാധ്യത കൂടുതൽ. കാരണം ഇതിന് സിമിലർ ആയിട്ടുള്ള ഷോട്ട് നമ്മൾ മുമ്പേ വന്നിട്ടുള്ള ക്ലിപ്സിനകത്തൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു, അതേപോലെ ലീഗ് ക്ലിപ്പിനകത്തും കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സംഭവം തന്നെ ആയിരിക്കും അവിടെ. അതിനുശേഷം നമ്മുടെ സൈക്ലോപ്സിന്റെ പുതിയൊരു ലുക്ക് നമുക്ക് കിട്ടുന്നുണ്ട്. ഒരു സൈഡിൽ നിന്ന് ഓടി വന്ന് ഇങ്ങനെ നിൽക്കുന്നതായിട്ട് കാണാൻ പറ്റുന്നു. പക്ക അടിപൊളി കോമിക് ആക്യുറേറ്റ് ആയിട്ടുള്ള സൈക്ലോപ്സിന്റെ ലുക്ക് തന്നെയാണ് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുള്ളത്. കാണുമ്പോൾ തന്നെ അറിയാം ആ ഒരു മാസ് സംഭവം നമ്മുടെ സൈക്ലോപ്സിന് ഇതുവരെ കിട്ടാത്ത ഒരു കിടിലെ ഒരു പവർ, അല്ലെങ്കിൽ ആ ഒരു മാസ് സംഭവം നമുക്ക് ഈ ഒരു ലുക്കിൽ കൂടെ തന്നെ കിട്ടിയിട്ടുണ്ട്. അതിനുശേഷം പിന്നീട് നമ്മളെല്ലാവരും വെയിറ്റ് ചെയ്തിട്ടൊരു സംഭവം തന്നെയാണ് ഷാങ്ചി വേഴ്സസ് ഗാംബിറ്റ് എന്നുള്ളൊരു ഫൈറ്റ്. അതിന്റെ ഒരു കിടിലെ ആക്ഷൻ സീക്വൻസ് നമുക്ക് കാണാൻ പറ്റും. എന്തായാലും പടത്തിനകത്ത് കാണുമ്പോൾ വേറെ ലെവലായിരിക്കും എന്നുള്ള 100% ഉറപ്പാണ്. അപ്പോൾ എന്തായാലും നമ്മൾ ഡെഡ്പൂൾ ആൻഡ് വുൾവറിനെ കണ്ടിട്ടുള്ള ആ ഒരു ഗാംബിറ്റ് തന്നെയാണെന്നുള്ള കാര്യം 100% ഉറപ്പാണ്. അപ്പോൾ എന്തായാലും നമ്മുടെ അവഞ്ചേഴ്സ് വേഴ്സസ് എക്സ്മെൻ എന്നുള്ള ഒരു മിനി ഫൈറ്റ് നമുക്ക് എന്തായാലും ഈ ഒരു എക്സ്മെന്റെ യൂണിവേഴ്സ് വെച്ച് തന്നെ നടക്കുന്നുണ്ടെന്നുള്ള കാര്യം 100% ഉറപ്പാണ്. തൊട്ടടുത്ത സീനകത്ത് നമ്മുടെ ലോക്കിയുടെ ടിവിയിലുള്ള ID കാർഡ് ഇങ്ങനെ ആരോ എടുത്ത് വെച്ചേക്കുന്നതായിട്ട് തോന്നുന്നുണ്ട്. ആ കൈ കണ്ടിട്ട് ചിലപ്പോൾ നമ്മുടെ സ്റ്റീവ് റോജേഴ്സ് ആവാനാണ് സാധ്യത കൂടുതൽ. കാരണം നമ്മൾ ലീഗ് ബ്രേക്ക് ഡൗണിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു കാര്യങ്ങൾ. എന്തായാലും അത് പറഞ്ഞ് വലിച്ചു നീട്ടുന്നില്ല. ആ ഒരു വീഡിയോ കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലാവും ഈ ഒരു സംഭവം എന്തുമായിരിക്കും. അതിനുശേഷം ലോക്കിയുടെ ഒരു ലുക്ക് തന്നെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ലോക്കി ഇവിടെ ഗോഡ് ലോക്കി ആയിട്ടല്ല നിൽക്കുന്നത്, ടിവിയിലുള്ള ഒരു ഏജന്റ് ആയിട്ടാണ് കാണുന്നത്. അപ്പോൾ ഈ ഒരു സംഭവം എന്താണെന്ന് നമ്മൾ ആ ഒരു ലീക്ക് എക്സ്പ്ലെയിൻ ചെയ്ത വീഡിയോക്കകത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഒരു വീട്, അതായത് ലോക്കി നിൽക്കുന്ന വീട് കാണുമ്പോൾ എനിക്ക് തോന്നുന്നത് സ്റ്റീവ് റോജേഴ്സിന്റെ വീടായിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. അതായത് നമ്മൾ ആ ഒരു യൂണിവേഴ്സ് മാറ്റുന്നതിനെ പറ്റിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ആ വീഡിയോക്കകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന്റെ പാർട്ടായിട്ട് സ്റ്റീവ് റോജേഴ്സിന്റെ വീട്ടിൽ ലോക്കി തന്നെയായിരിക്കും വന്നിട്ടുള്ളതെന്ന് നമുക്ക് ഇതിൽ കൂടെ തന്നെ വ്യക്തമാവുന്നുണ്ട്. അതിനുശേഷം നമുക്ക് കാണാൻ പറ്റുന്നത് സൂര്യയുടെ ഒരു സീനാണ്. സൂര്യ ആ ഒരു ഡെസേർട്ടിൽ കൂടെ പോകുന്ന ആയിട്ടാണ് നമ്മൾ ആദ്യം, അതായത് ഇവർ ഡൂംസ്ഡേയുടെ ഫസ്റ്റ് ക്ലിപ്പ് വിട്ട സമയത്ത് കണ്ടിട്ടുള്ളത്. എന്തായാലും നമ്മൾ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഒരു ലൊക്കേഷൻ മൊത്തം ഫേക്ക് ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് തന്നെയാണ് ഇവിടെ നടന്നിട്ടുള്ളത്. ആ ലൊക്കേഷൻ, അതായത് പുതിയ ലൊക്കേഷൻ നമുക്ക് കാണാൻ പറ്റും. ഇത് നമോറിന്റെ കടലിലാണ് ഈ സംഭവം നടക്കുന്നത്. അവിടുത്തെ ആ വെള്ളം മൊത്തം മാറി പൊങ്ങി നിൽക്കുന്നതായിട്ട് നമുക്ക് അവിടെ കാണാൻ പറ്റും. ആ ലൊക്കേഷനിലോട്ട് സൂര്യ നടന്നു പോകുന്നതായിട്ടും കാണാം. കൂടെ സൂര്യയുടെ കൂടെ എംബാക്കും വക്കാണ്ടയിലുള്ള എല്ലാവരും ഉണ്ട്. ഓപ്പോസിറ്റ് നിൽക്കുന്നത് നമ്മുടെ തിങ്ങും അതേപോലെ സൂസൻ സ്റ്റോമുമാണ്. അതിന്റെ കൂടെ തന്നെ നമ്മുടെ ബക്കിയും ഗോസ്റ്റും അതേപോലെ പുതിയ ഫാൽക്കൺ നിപ്പുണ്ട്. പിന്നെ ആരോ പുറകെ നിപ്പുണ്ട്. എനിക്ക് തോന്നുന്നു നമ്മുടെ സാം വിൽസൺ ക്യാപ്റ്റൻ അമേരിക്ക ആവാനാണ് സാധ്യത. കാരണം ഇവര് നമ്മുടെ വക്കാണ്ടൻസിന് വന്നിട്ട് കാര്യങ്ങൾ അറിയിക്കുന്ന രീതിയിലുള്ള എന്തെങ്കിലും സീൻ ആവാനാണ് സാധ്യത. ഇതിന് ശേഷമായിരിക്കണം നമോറിന്റെ അടുത്തോട്ട് പോകുന്നത്. അവിടെ വെച്ചിട്ടുള്ള ഫൈറ്റും കാര്യങ്ങളൊക്കെ നടക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. അതിനുശേഷം കാണുന്ന ഒരു അടിപൊളി സീൻ തന്നെയാണ്, അതായത് എക്സ്പാൻഷനകത്ത് നടക്കുന്ന ഒരു ഫൈറ്റ് സീൻ തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് നേരത്തെ ഗാംബിറ്റും ഷാങ്ചി ഫൈറ്റ് ചെയ്തിട്ടുണ്ടല്ലോ, ആ ഒരു സെയിം ലൊക്കേഷനിൽ തന്നെയാണ്. അതായത് ഈ ഒരു ഫ്രെയിമിനകത്ത് നമുക്ക് റീഡ് റിച്ചർഡ്സിനെ കാണാൻ പറ്റും. പുതിയ ഫാൽക്കൺ ആണോ ആരാണെന്ന് അറിയത്തില്ല, പുതിയൊരു ക്യാരക്ടർ നമ്മുടെ റീഡ് റിച്ചർഡ്സിന്റെ പുറകെ നിൽക്കുന്നതായിട്ടും കാണാൻ പറ്റുന്നുണ്ട്. പിന്നീട് സാം വിൽസൺ ക്യാപ്റ്റൻ അമേരിക്ക നിപ്പുണ്ട്. അതിന്റെ കൂടെ നമ്മൾ ഫാന്റാസ്റ്റിക് ഫോറിൽ കണ്ടിട്ടുള്ള ആ ഒരു ഹെർബി എന്നുള്ള റോബോട്ട് ഉണ്ടല്ലോ, ആ റോബോട്ടിനെ കാണാം. ഏറ്റവും ഫ്രണ്ടിൽ എലീന ആരെ എയിം ചെയ്തിട്ട് നടന്ന് വരുന്നതും കാണാൻ പറ്റുന്നുണ്ട്. അതിന്റെ തൊട്ടടുത്താണ് നമ്മുടെ എക്സ്മെൻ ടീമിനകത്തുള്ള മിസ്റ്റിക്, അതായത് ഒരു പഴയ ആക്ട്രസ് ഉണ്ടല്ലോ, ആ ആക്ട്രസ് അഭിനയിക്കുന്ന പുതിയൊരു വേരിയന്റ് ആയിട്ടുള്ള ഒരു മിസ്റ്റിക് ഒരു കോമിക് ആക്ടറുടെ ലുക്കിനകത്ത് നമ്മളെ എലീന ആയിട്ടുള്ള ഒരു ഫൈറ്റ് നടത്തുന്നുണ്ട്. എലീനയുടെ ആ ഒരു വെപ്പൺ കൈ പിടിച്ച ഉടനെ നമ്മുടെ എലീനയുടെ രൂപത്തിലോട്ട് മാറിയിട്ട് എലീന ആയിട്ടുള്ള, അതായത് എലീന വേഴ്സസ് എലീന എന്നുള്ള രീതിയിലുള്ള ഒരു ഫൈറ്റ് മാറുന്നുണ്ട്. അപ്പം എന്തായാലും ഇവരെല്ലാം പരസ്പരം കാണുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് എന്നുള്ള കാര്യം 100% ഉറപ്പായിട്ടുണ്ട്. നമ്മൾ ആ ലീക്കിനകത്ത് പറഞ്ഞിട്ടുള്ള അതേ സംഭവം തന്നെ. അപ്പോൾ എന്തായാലും ഒരു ഉഗ്രം ഫൈറ്റ് പിന്നീട് കാണാൻ പറ്റുന്നുണ്ട്. പിന്നീട് നമ്മുടെ ചാൾസ് സേവിയറും മാഗ്നീറ്റോയും തമ്മിലുള്ള ഒരു ഇമോഷണൽ സീൻസ് എല്ലാം കാണിക്കുന്നുണ്ട്. അതിനുശേഷം ബിൽഡ് നമുക്ക് കാണാൻ പറ്റുന്നത് നമ്മുടെ ആൻഡ്മാനും അതേപോലെ കാസി ലാങ്ങിനെയും കാണിക്കുന്നുണ്ട്. ഇതെല്ലാം വേറെ ഫൈറ്റ്, അതായത് ഫൈനൽ ബാറ്റിൽ തുടങ്ങുന്നതിന് മുമ്പുള്ള ആ ഒരു യാത്ര പറച്ചിലാവാനാണ് സാധ്യത കൂടുതൽ. അതിനുശേഷമുള്ള സീനകത്ത് നമ്മുടെ ജോണി സ്റ്റോമിന്റെ പുറകിൽ ഭയങ്കര ഒരു പ്രകാശം, ഇത് നേരത്തെ പറഞ്ഞിട്ടുള്ള ആ ഒരു ഇൻവേഷൻ സീൻ തന്നെ ആവാനാണ് സാധ്യത. പക്ഷേ ഈ കയ്യിൽ ഇരിക്കുന്നത് മിക്കവാറും നമ്മുടെ ഫ്രാങ്ക്ലിൻ റിച്ചാർഡ്സ് ആവാനാണ് സാധ്യത കൂടുതൽ. സൂ സ്റ്റോം ആവാനുള്ള സാധ്യത കുറവാണ്. എന്തായാലും ആ ഒരു സീനകത്ത് നമ്മുടെ ജോണി സ്റ്റോം നല്ല രീതിക്ക് ഡാമേജ് ആയിട്ടുള്ളതായിട്ട് നമുക്ക് കാണാൻ പറ്റും. എന്തായാലും മിക്കവാറും പടത്തിന്റെ ക്ലൈമാക്സിലുള്ള ഏതെങ്കിലും ഒരു സീൻ ആവാനാണ് സാധ്യത കൂടുതൽ. കാരണം ഇൻവേഷന്റെ തൊട്ട് ഫ്രണ്ടിൽ നിൽക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ സാക്രിഫൈസിന്റെ അറ്റത്ത് നിൽക്കുന്ന രീതിയിലുള്ള ഒരു അവസ്ഥയിലാണ് നമുക്ക് ജോണി സ്റ്റോമിനെ കാണാൻ പറ്റുന്നത്. പിന്നീട് നമുക്ക് സ്യൂ സ്റ്റോമും അതേപോലെ തന്നെ വക്കണ്ടഫുള്ളവരെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ട് കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി ആ ഒരു വാറിന് പ്രിപ്പയർ ചെയ്യുന്നുള്ള രീതിയിലുള്ള കുറച്ച് ഷോട്ട്സ് എല്ലാം കാണിക്കുന്നുണ്ട്. ഇവിടെ വെച്ചിട്ടാണ് ആ ഒരു ഫൈറ്റ് സീക്വൻസിനെ പറ്റി ഞാൻ പറഞ്ഞത്. അതായത് ഈ ഒരു അവഞ്ചേഴ്സും അതേപോലെ തന്നെ വക്കാണ്ടയിലുള്ള നമോറും പരിപാടികളെല്ലാവരും കൂടെ ചേർന്നിട്ട് ഒരു ഫൈറ്റ് നടക്കുന്നുണ്ട്. അവിടെ വെച്ചിട്ട് നമ്മുടെ സ്യൂ സ്റ്റോം നമ്മുടെ നമോറിനെ അറ്റാക്ക് ചെയ്യുന്നതായിട്ട് നമുക്കൊരു ഷോട്ട് കാണാൻ പറ്റും. നമുക്കറിയാം കോമിക്കലി നമോറിന് സ്യൂ സ്റ്റോമിന്റെ അടുത്തൊരു ക്രഷും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സംഭവം ഇവിടെ കാണിക്കുമെന്ന് അറിയത്തില്ല. എന്തായാലും അവർ തമ്മിലുള്ള ഒരു ഫൈറ്റും കാര്യങ്ങൾ എന്തായാലും ഇതിനകത്ത് നടക്കുന്നുണ്ട്. അപ്പോൾ അടുത്ത സീൻ എന്ന് പറയുന്നത് ഈ ഒരു ട്രെയിലറിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു പോർഷൻ തന്നെയാണ്. വേറെ ഒന്നുമല്ല, നമ്മുടെ തോർ വേഴ്സസ് ഡോക്ടർ ഡൂം എന്നുള്ള ഒരു ഫൈറ്റ്, എപ്പിക് ഫൈറ്റ് തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഈ ഒരു സമയത്ത് നമ്മുടെ തോറിനെ നോക്കുകയാണെങ്കിൽ നമ്മൾ ഇൻഫിനിറ്റി വാറിൽ കണ്ടിട്ടുള്ള ആ ലെവൽ പവർഫുൾ ആയിട്ടുള്ള ഒരു തോറിനെ തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഏകദേശം ആ ലുക്കിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. പക്ഷേ ഈ ലൊക്കേഷൻ ഏതാണെന്ന് മനസ്സിലാവുന്നില്ല. നേരത്തെ പറഞ്ഞിട്ടുള്ള ആ എക്സ്മെൻ യൂണിവേഴ്സ് തന്നെ ആവാനാണ് സാധ്യത കൂടുതൽ. അല്ലെങ്കിൽ ഇതിന്റെ കൂട്ടത്തിൽ നമ്മുടെ ഈ തോർ
തോറിന്റെ കൂടെ വേറെ ആരെങ്കിലും ഒക്കെ കാണുമായിരിക്കും. ട്രെയിലർ ആയതുകൊണ്ട് എന്തെങ്കിലും റിമൂവ് ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യം 100% ഉറപ്പാണ്. പിന്നീട് ഓപ്പോസിറ്റ് നമ്മുടെ ഡോക്ടർ ഡൂം നിൽക്കുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഈ ഒരു സമയത്ത് തോർ സ്റ്റോം ബ്രേക്കർ യൂസ് ചെയ്തിട്ട് ഡോക്ടർ ഡൂമിനെ അറ്റാക്ക് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും. അത് എത്ര പവർഫുൾ ആയിട്ടുള്ള ഒരു അറ്റാക്ക് ആണ് നമുക്ക് ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട്. പക്ഷേ ഈ ഒരു അറ്റാക്ക് നമ്മുടെ ഡോക്ടർ ഡൂം 2 വിരലും കൊണ്ട് സ്റ്റോപ്പ് ചെയ്തിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ നേരത്തെ ലീക്ക് ആയിട്ടുള്ള പല ട്രെയിലറിനകത്തും കണ്ടിട്ടുണ്ടായിരുന്നു. ആ ഒരു സംഭവം തന്നെയാണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. അപ്പോൾ ഇത്രയും പവർഫുൾ ആയിട്ടുള്ള ഈ ഒരു അറ്റാക്ക് നമ്മുടെ ഡോക്ടർ ഡൂം വെറും സിമ്പിൾ ആയിട്ട് 2 വിരലും കൊണ്ട് സ്റ്റോപ്പ് ചെയ്ത് നിർത്തുന്നതായിട്ടും കാണാൻ പറ്റും. ഈ ഒരു സമയത്ത് നമ്മുടെ തോർ ഭയങ്കര രീതിക്ക് ഫോഴ്സ് എടുത്തിട്ട് അറ്റാക്ക് ചെയ്യുന്നുണ്ട്. തോർ നല്ല രീതിക്ക് കൺഫ്യൂസ് ആവുന്നുണ്ട്. ആ ഒരു സീൻ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പം നമ്മുടെ ഡോക്ടർ ഡൂമിന്റെ ആ ഒരു മുഖത്തിന്റെ അടുത്തിട്ടുള്ള ഷോട്ട്, അതായത് ഏറ്റവും ഫേസിന്റെ അടുത്ത ഷോട്ട് നമുക്ക് ഈ സമയത്താണ് കാണാൻ പറ്റുന്നത്. ഉള്ളിൽ നമ്മുടെ ആർഡിച്ചയുടെ കണ്ണും കാണാൻ പറ്റുന്നുണ്ട്. മൊത്തത്തിൽ ആ ഒരു മാസ് ലുക്ക് ആ ഒരു ഡോക്ടർ ഡൂമിന്റെ മുഖത്ത് തന്നെ കാണാൻ പറ്റുന്നുണ്ട് ആ ഒരു മാസ്ക് കാരണം. അതിനുശേഷം പിന്നീട് നമുക്ക് കാണാൻ പറ്റുന്നത് ഏറ്റവും ട്രെയിലറിന്റെ എൻഡിങ് പോർഷൻ ആണ്. അതായത് നമ്മുടെ തോർ ആ ഒരു പഴയ പൊട്ടിയ മിയോണിയർ ഉണ്ടല്ലോ, ആ ഒരു മിയോണിയർ ആയിട്ട് ഒരു സ്പേസ് ഷിപ്പിനകത്ത് നിൽക്കുന്നതായിട്ടാണ് കാണാൻ പറ്റുന്നത്. തോർ നല്ല രീതിക്ക് ഇങ്ങനെ വണ്ടർ അടിച്ച് നിൽക്കുന്നതായിട്ട് കാണാൻ പറ്റും. ആരെയോ കണ്ടിട്ട് ആളാരാണെന്ന് തോറിന് മനസ്സിലായിട്ടുണ്ട്. അതായത് ഇനി ലോക്കിയോ ഇനി വേറെ ആരെങ്കിലും രൂപമാറിയോ എല്ലാം വന്ന് ഫ്രണ്ടിൽ നിൽക്കുന്നതാണെന്നുള്ള രീതിയിൽ ഡൗട്ട് അടിച്ചിട്ട് ആ ഒരു മിയോണിയർ ഇങ്ങനെ കൊടുക്കുന്നതായിട്ട് കാണാൻ പറ്റും. ആ സമയത്ത് ആ ഒരു കൈ കൊടുത്തിട്ട് ആ മിയോണിയർ കയ്യിലെടുക്കുന്നതും നമ്മുടെ സ്റ്റീവ് റോജേഴ്സ് ആണെന്ന് നമുക്ക് റിവീൽ ചെയ്യുന്നുണ്ട്. ആ സമയത്ത് തോർ നല്ല രീതിക്ക് ഷോക്കിംഗ് ആയിട്ടാണ് നിൽക്കുന്നത്. ആ ഒരു മിയോണിയർ കൈ വീഴുന്ന സമയത്ത് തന്നെ ആയിരിക്കും തോറിന് മനസ്സിലാവുന്നത് ഇത് ഒറിജിനൽ ആളെ തന്നെയാണ്, വേറെ ആരുമല്ല. കാരണം സ്റ്റീവ് റോജേഴ്സിന് മാത്രമേ ഈ ഒരു മിയോണിയർ ഇപ്പം പൊക്കാൻ പറ്റത്തുള്ളൂ നിലവിൽ. അപ്പൊ ആ ഒരു വെർത്തിനെസ് ഫേക്ക് ആയിട്ടുള്ള രൂപം മാറി വരുന്ന ആർക്കാർക്കും എന്തായാലും പറ്റത്തില്ല. അപ്പൊ അത് വെച്ചിട്ട് നമ്മുടെ തോർ കൺഫേം ചെയ്തിട്ടുണ്ട് ഇത് ഒറിജിനൽ സ്റ്റീവ് റോജേഴ്സ് തന്നെയാണെന്ന്. ഈ ഒരു സമയത്ത് നമ്മുടെ സ്റ്റീവ് റോജേഴ്സിന്റെ ആ ഒരു പുതിയ ലുക്കും കാണിക്കുന്നുണ്ട്. ആ ഒരു പുതിയ, അതായത് ക്യാപ്റ്റൻ അമേരിക്കയുടെ കോസ്റ്റ്യൂമിൽ അല്ലെങ്കിലും ആ ഒരു മീശൻ താടിയും ലോങ് ഹെയറിലൊക്കെ വരുന്നിട്ടുള്ള ആ ലീക്ക് വന്നിട്ടുള്ള ആ ഒരു സെയിം ലുക്കിൽ തന്നെയാണ് നമുക്ക് സ്റ്റീവ് റോജേഴ്സിനെ ഇവിടെ കാണാൻ പറ്റുന്നത്. അങ്ങനെ നമ്മുടെ OG ക്യാപ്റ്റൻ അമേരിക്ക തിരിച്ച് വന്നിട്ടുണ്ട്. അങ്ങനെ ഈ ഒരു ട്രെയിലർ മൊത്തത്തിൽ അവസാനിക്കുന്നതായിട്ടാണ് നമുക്ക് കാണാനും പറ്റുന്നത്. അപ്പം നിങ്ങളുടെ ഒരു അഭിപ്രായത്തിൽ ഈ ഒരു ട്രെയിലർ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളൊക്കെ ജസ്റ്റ് താഴെ കമന്റ് ചെയ്തേക്കണം. അപ്പോൾ ഓൾമോസ്റ്റ് ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ട്രെയിലർ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നത്. എന്തെങ്കിലും ഹിഡൻ ഡീറ്റെയിൽസോ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ കണ്ണിൽ പെട്ടിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് താഴെ കമന്റ് ചെയ്തേക്കണം. നമ്മൾ വേറെ വീഡിയോ ചെയ്യുന്ന സമയത്ത് അതും കൂടെ മെൻഷൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും ഓൾമോസ്റ്റ് എനിക്ക് ഈ ഒരു ട്രെയിലർ അടിപൊളിയായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. എന്തായാലും ഇൻഫിനിറ്റി വാറിന്റെ ആ ഒരു ട്രെയിലർ ലെവലൊന്നും വന്നിട്ടില്ലെങ്കിലും ഡൂംസ്ഡേയുടെ ആയിട്ടുള്ള രീതിയിൽ അത്യാവശ്യം കുഴപ്പമില്ലായിരുന്നു. ഞാൻ നെക്സ്റ്റ് ട്രെയിലർ വരുന്ന സമയത്ത് നമുക്ക് വെയിറ്റ് ചെയ്തിരിക്കാം. കാരണം ഇതൊക്കെ നമ്മൾ ഓൾറെഡി പല റീക്രിയേഷൻ, അതായത് ഈ ഒരു ട്രെയിലർ കണ്ടവര് വെച്ചിട്ട് ഇങ്ങനത്തെ സീനെല്ലാം ജനറേറ്റ് ചെയ്ത് യൂട്യൂബിലൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം നമ്മൾ ഓൾറെഡി കണ്ടതുകൊണ്ട് ഈ ഒരു ട്രെയിലർ ഈ ഒരു സീനൊക്കെ നമുക്ക് ഇത് റിപ്പീറ്റ് ആയിട്ട് കാണുന്ന രീതിയിൽ മാത്രമായിട്ട് എനിക്ക് പേഴ്സണലി തോന്നിയുള്ളൂ. അതിൻ്റെ ഉള്ള ഒരു പ്രശ്നം മാത്രമാണ്. അപ്പോൾ ഇനി വരുന്നിട്ടുള്ള ലീക്കും അതേപോലെ തന്നെ ജനറേറ്റഡ് വീഡിയോ ഒക്കെ മാക്സിമം ഒഴിവാക്കിയാൽ നമുക്ക് അടുത്ത ട്രെയിലറൊക്കെ അടിപൊളിയായിട്ട് തന്നെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും തന്നെ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇനി പറഞ്ഞ് വലിച്ചിട്ട് ബോറടിപ്പിക്കുന്നില്ല. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് തന്നെ കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്തേക്കണം, സബ്സ്ക്രൈബ് ചെയ്യണം. അതേപോലെ താഴെ ബെല്ലൈക്കണം കൂടെ ഓൺലൈൻ എബിൾ ചെയ്തിട്ടിരുന്ന ഞാനപ്പോൾ ഇതുള്ള പുതിയ വീഡിയോസ് ഇട്ടാലും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. നെക്സ്റ്റ് വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ ഗൈസ്.